സ്മോൾ ഫിംഗർ ഉണ്ടല്ലോ, അതിന്റെ അവിടുത്തെ ഷേപ്പ് പതുക്കെ ഞാൻ പലവട്ടമായി ശ്രദ്ധിക്കുന്നു. ഇവിടെ പതുക്കെ ഒരു കുഴി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പലരും അഡ്രസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ സൈഡിൽ ഒരു വേദന. അത് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റേഡിയേറ്റ് ചെയ്ത് വരും. മെയിൻ കാരണം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എത്രയാണെന്നുള്ള വെയിറ്റ് നിങ്ങൾ ഇതുവരെ അസസ് ചെയ്തിട്ടുണ്ടോ? ഈ മൊബൈല് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. വീഴാതിരിക്കാനും കുറെ നേരം നമ്മൾ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ വെക്കുന്നത്, അല്ലെ? ഒന്ന് ഈ വിരല് അടിയിൽ ബേസിൽ സപ്പോർട്ട് കൊടുത്തു, ഒന്ന് ഈ തമ്പ് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണു. ഇത് കുറെ നേരം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമിലത്തെ കണ്ടന്റ് അനുസരിച്ചിട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ ലോഡ് കംപ്ലീറ്റ്ലി വരുന്നത് ഈ ഒരു ഫിംഗറിലാണ്. അത് എത്ര നേരം നമ്മൾ ആ ലോഡ് കൊടുക്കണോ അത്രയും നേരം അത് സ്ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇവിടുത്തെ ടെൻഡൻസും എഫക്റ്റഡ് ആവും. ഇതാണ് വൺ മെയിൻ റീസൺ നമുക്ക് ഫോർ ആർമിൽ പെയിൻ എടുക്കാനും റിസ്റ്റിന്റെ അവിടെ പെയിൻ എടുക്കാനും തമ്പിന്റെ അവിടെ പെയിൻ എടുക്കാനുള്ള കാരണം. പക്ഷെ നമ്മളത് വേറെ അല്ല. ഈ വീഡിയോസിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മളിത് തന്നെത്താനെ അതിന്റെ ഇതിലെ പോണു. പിന്നെ നമ്മൾ വല്ല ജിം